In our previous class, we were studying how to write capital A, B, and C. So take your textbook and turn the first pages of your semester. കഴിഞ്ഞ ദിവസം മിസ് ABC എന്നുള്ള ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിനു മുമ്പ് ലെറ്റേഴ്സ് റിവൈസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോർഷൻസ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി. കുറച്ച് ലെറ്റേഴ്സ് ഒക്കെ എഴുതാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തന്നിട്ടുണ്ട്. സോ നമുക്കതൊന്ന് നോക്കാം. Don't forget to mark your attendance and listen. Take your first page of your second semester textbook, page number 4. Read and enjoy the ABC song. Okay, ABC song ആണ്. അവിടെ എന്താണ് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, ആൽഫബറ്റ് ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ABC ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതാൻ വേണ്ടി പഠിച്ചത്. അതിനു മുമ്പ് ഒരു ടോക്ക് അബൌട്ട് പേജ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. കുറച്ച് വേർഡ്സും തന്നിട്ടുണ്ട് അല്ലേ, നോക്കാം ഏതൊക്കെയാണെന്ന്. So page number 4, read and enjoy the ABC song. ABC സോങ് അറിയാലോ നിങ്ങൾക്ക്? ഏതാണ്? ABCDEFG ഫാത്തിമ എന്നൊക്കെ എപ്പോഴും പറയാറുണ്ടല്ലോ. ഒന്ന് പാടിയ മോളെ ABC സോങ്. Okay. ABC song means ABCD ആൽഫബറ്റിന്റെ സോങ് അല്ലേ, നമ്മൾ എപ്പോഴും പാടാറുള്ള അല്ലെങ്കിൽ ലെറ്റേഴ്സിനെ കുറിച്ച് പറയുന്ന സോങ് ആണ് ആൽഫബറ്റ്. സോ ദ നെക്സ്റ്റ് വൺ ലെറ്റേഴ്സ് റൈറ്റ് എന്നുള്ള പോർഷൻ ആണ്. റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ. റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ ആണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ല, സ്മോൾ ലെറ്റേഴ്സ് ആണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റർ സ്മോൾ ലെറ്റേഴ്സ് ആണ്. Then next one, come read with me. Some words given there starting with the alphabet. Okay, alphabetൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ആണ് ഉള്ളത്. ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുള്ള വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ പുതിയ വേർഡ്സ് ഒക്കെ ആയിരിക്കും. നോക്കാം അല്ലേ ഏതൊക്കെയാണെന്ന്. So first one, A, capital A and small a. Here is capital A and small a. How to write A? Like this. Capital A is there and small a. A for which word is given there? What is the picture? What is that? Aeroplane. Yes, that is aeroplane. For aeroplane. Yes, A for apple. A for apple. Okay, listen. A for apple and or A for aeroplane. This is the picture of aeroplane. Okay. And for aeroplane. ഒരു കാര്യം ക്ലാസ് മര്യാദ ശ്രദ്ധിച്ച് അതുപോലെ മിസ് പറയുമ്പോൾ കേൾക്കുന്നില്ല. ഞാൻ യൂട്യൂബ് ക്ലാസ് നോക്കും. ഞാൻ listen. A for aeroplane and C. Sorry, next one B. B for ball. E for ball. Ball. B. Ball. B for ball. B for Yes, dot E for sea. ഒരുപാട് ശബ്ദം ഉണ്ടാക്കരുത്. ഇവിടെ ശ്രദ്ധിക്കണേ, മിസ് ആരെയും മ്യൂട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ കൂടെ മിസ്സിന്റെ കൂടെ പറയട്ടെ എന്ന് കരുതിയാണ് മിസ് മ്യൂട്ട് ചെയ്യാത്തത്. അപ്പോ ഒരു തവണ പറയാ, സ്റ്റോപ്പ് ചെയ്യാ, ശബ്ദം ഉണ്ടാക്കരുത്. B for ball. Ball.
boy, bird. B for ball. C for cow. B for D for dog. E for engine. F for fish. G for fish. Jet. Okay, listen. A for aeroplane. B for ball. Here is the picture of ball. The next one, C. C. Capital C and small c. C and small c. C for C as in cow. C-O-W, cow. Okay, here is a picture of a cow. A for aeroplane. B for ball. C for cow. What is cow? Cow എന്താണ്? പശു അല്ലേ? പശു. എത്ര പേരുടെ വീട്ടിലുണ്ട് cow? കുറെ പേരുടെ അടുത്തൊക്കെ ഉണ്ടാവും. മുഹമ്മദ് റിസ്വാന്റെ, ഗായത്രിയുടെ അടുത്തുണ്ട്. Okay, good. So, cow. The next one, D. D for what is that? What is that, Rishan? It's given there. Which picture is that? D. D for? Dog. D for duck. Okay, fine. D for dog, D for duck, and here is D for doll. What is doll? Do you have a doll? How many of you have doll at your home? നമുക്ക് ഉണ്ടാവും അല്ലെ? ഡോള് എന്താണ്, കളിക്കുന്ന ഡോള്, പാവ ഉണ്ടാവും അല്ലെ? ധൻദേവിന്റെ അടുത്തും റിഷാന്റെ അടുത്തൊക്കെ ഉണ്ട്. സോ ഡി ഫോർ ഡോൾ. എ ഫോർ എയ്റോപ്ലെയിൻ. അഫിയയുടെ അടുത്തുണ്ട് അല്ലേ മോളെ? ഗുഡ്, വെരി ഗുഡ്. എ ഫോർ എയ്റോപ്ലെയിൻ. ബി ഫോർ ബോൾ. സി ഫോർ കൗ. ഡി ഫോർ doll. Then E. Next letter is E. E. E for E as in engine. E for engine. Okay. Engine. Then F. F for fish. Fish. Mean alle. Fish. Then fish. Flower. കുറെ ഉണ്ടല്ലേ എഫില്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ചു. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫിഷിന്റെ പിക്ചർ ആണ്. കുറെ ഫോക്സ്, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട് അല്ലേ? ഫിഷ്, ഫ്ലവർ, ഫോക്സ്. ഓക്കെ. ദെൻ ജി. ജി ആസ് ഇൻ ഗ്രേപ്പ്. ഗ്രേപ്പ്. വാട്ട് ഇസ് ഗ്രേപ്പ്? ഗ്രേപ്പ് ഇസ് എ ഫ്രൂട്ട്. മുന്തിരി അല്ലേ? ഗ്രേപ്പ്. ജി ഫോർ ഗ്രേപ്പ്. Then H. H for home, our house. Okay, house alle nammade veed, house. H for house. H for horse. Kore undu alle? Okay. Then I for igloo. What is igloo? What is igloo? Do you know what is igloo? I-G-L-O-O. Igloo. What is igloo? Igloo എന്താണെന്ന് അറിയാമോ? Do you know what is igloo? Yes, Manav. What is igloo, Manav? Snow house. Yes, igloo means snow house. A house made with snow. അല്ലേ? ഐസ് കൊണ്ട്. ഐസിന്റെ വീടാണ്. നല്ല തണുപ്പുള്ള പ്രദേശങ്ങളിൽ എന്താണ്, ഐസ് കൊണ്ടുള്ള വീട് ഉണ്ടാവും അല്ലേ? ജസ്റ്റ് ലൈക്ക് ദിസ്, ഈ പിക്ചറിൽ കാണുന്ന പോലെ. യൂഷ്വലി ഈ ഇഗ്ലൂല് താമസിക്കുന്ന ആൾക്കാരെ എസ്കിമോസ് എന്നൊക്കെയാണ് പറയാ. അതൊക്കെ വലിയ ക്ലാസ്സുകളിൽ എത്തുമ്പോ പഠിക്കും. ഇഗ്ലൂ എന്ന് വെച്ചാൽ എന്താണ്? ഐസിന്റെ പീസസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള വീടിനെയാണ് ഇഗ്ലൂ എന്ന് പറയാ. ആൻഡ് ഐ ഫോർ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത് പറയാം? ഐസ്ക്രീം ഒക്കെ പറയാം അല്ലേ? I for igloo. I for ice cream. Ice cream start with the I. Okay. I for ice cream. Listen ചെയ്യാ. മിസ് ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരെ കൊണ്ട് ഇത് മുഴുവൻ വായിപ്പിക്കും കേട്ടോ. ഈ വേർഡും പറയണം,
ലെറ്ററും പറയണം. A for aeroplane, B for ball, C for cow, D for doll. ലിസൺ ചെയ്യാം ഒന്നുകൂടെ. E for engine, F for fish, G for grape, H for house, I for igloo, J for jacket. Okay, J for jacket. Do you have a jacket? Jacket ഉണ്ടാവുമല്ലോ നിങ്ങൾക്കൊക്കെ. എന്താണ് ജാക്കറ്റ്? എന്താണ് അറിയാലോ. അതാ ഈ പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ പുറത്ത് പോകുമ്പോഴും ഇല്ലെങ്കിൽ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്വെറ്റർ പോലെയുള്ള ജാക്കറ്റോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ജാക്കറ്റ്. J for jacket. Then K. K for what is that? K for kangaroo. Kangaroo ആണല്ലേ ഇത്? K for kangaroo. Then L. L for lamb. What is that? Lamb. L for lamb. The next one M. M for mouse. What is mouse? എലി ആണല്ലേ? എലി. Mouse. Mouse or mice? എലികള്. എന്തായാലും എന്താണ്? M ആണല്ലേ? Mouse. N. N for net. Net. Then O. O for orange. O for orange. Look at the picture of orange. Okay, that is orange. O for orange. P for penguin. P for penguin. Then Q. Q for quilt. What is quilt? Blanket പോലെയുള്ള പുതപ്പ് പോലെയുള്ളതാണ് അല്ലേ? ക്വിൽറ്റ്. ക്വിൽറ്റ് എന്താണ്? പരവതാനി അല്ലെങ്കിൽ പുതപ്പ്. ഓക്കെ, ക്വിൽറ്റ്. Then R for rabbit. Rabbit. S for sun. T for tap. U. Umbrella. What is umbrella? Umbrella എന്താണ്? കൊട അല്ലേ? കുട. മഴയും വെയിലും ഒക്കെ വരുമ്പോൾ നമ്മൾ എടുത്തിട്ട് പോകുന്നതാണ് കൊട. Then V. V for vase. Vase means flower vase. എന്നൊക്കെ കേട്ടില്ലേ? Janaki, what are you doing there? Keep it away from you. Okay, listen. V for vase. Flower vase. Okay, vase. Then W. W for watermelon. 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 We know watermelon is a fruit. Then X. X. X-ray. X-ray. What is X-ray? X-ray എന്താണ്? നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഓർഗൻസിന്റെയും ബോൺസിന്റെയും ഒക്കെ പിക്ചേഴ്സ് ആണ് അല്ലേ? എക്സ്റേ. അതിന്റെ ഒക്കെ പിക്ചർ എടുക്കുന്നതിനെയാണ് എക്സ്റേ എന്ന് പറയുന്നത്. Then Y. Y as in yarn. Okay. Then Z. Z in zebra. Okay, zebra. So നന്നായിട്ട് ഈ പിക്ചേഴ്സ് നോക്കി ഇത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴേക്കും പഠിക്കുക. ദെൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള വേർഡ്സ് ആണ്. കുറെയൊക്കെ ന്യൂ വേർഡ്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പതുക്കെ ഇതിൻ്റെയൊക്കെ സ്പെല്ലിങ് പഠിക്കാം. എല്ലാം കൂടെ ഒന്നിച്ചിന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താവില്ല, അതിന്റെ സ്പെല്ലിംഗ് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം 2-3 വേർഡ്സിന്റെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിന്റെ ബാക്കി നമുക്ക് പഠിക്കാം. എന്നിട്ട് ഓരോന്നായിട്ട് പഠിക്കാം. ഒരു ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേർഡ് ഒരു ദിവസം, അങ്ങനെ ഓരോന്ന് പഠിക്കാം. ഓരോ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ വേർഡ്സ് പഠിച്ച് പോകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു വേർഡ് കണ്ടാൽ അത് എഴുതാൻ വേണ്ടി പറ്റും അല്ലേ? പിന്നെ ഒരു കാര്യം, ആൽഫബറ്റ് മുഴുവൻ പഠിക്കുക. അതിനെയും എഴുതാനും വായിക്കാനും അറിയാതിരിക്കരുത്. നന്നായിട്ട് ടൈം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതുക. ഓക്കെ, നിങ്ങൾക്ക് കർസീവ് റൈറ്റിംഗിന്റെ ബുക്ക് തന്നിട്ടുണ്ടോ നിങ്ങളുടെ കയ്യില്? നിങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ടോ? കർസീവ് റൈറ്റിംഗ് ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ 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 ഫൈൻ. എനിക്ക് തോന്നുന്നു UKG യിലാണെന്ന് തോന്നുന്നു കർസീവ് റൈറ്റിംഗ് ഉള്ളത്. നമുക്ക് ഈ സെമസ്റ്റർ കൂടെ കഴിയുമ്പോൾ നമുക്കത് പഠിക്കേണ്ടി വരും കേട്ടോ. സോ the next page number 8 and 9. Okay, 8 and 9.
ഫൺ അറ്റ് ഹോം. ആ പേജ് നന്നായിട്ടൊന്ന് നോക്കിയേ, എന്തൊക്കെ കാര്യങ്ങളാണ് ആ പേജിൽ കാണുന്നുള്ളതെന്നൊന്ന് നോക്കുക. എന്തൊക്കെയാ അതിൽ കാണുന്നേ? ജാനകി, ആ പേജസിൽ എന്തൊക്കെ പിക്ചേഴ്സാ ഉള്ളത് മോളെ? ആരൊക്കെയാ ഉള്ളേ? എന്തൊക്കെ കാണുന്നുണ്ട്? Grandfather and newspaper, grandmother, four, cup, man, table, ജാനകി പറഞ്ഞു ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഓണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ലാഫിയ, എന്തൊക്കെയാ ഉള്ളത്? teddy bear, ball, cup, fun, crayons, paper, Ludo, words. Okay, okay, fine. Okay. Then Gayatri, എന്തൊക്കെയാ അതിൽ കാണുന്നേ? Ball, phone, cup, teddy, train, paper, color, book, uncle, and sister, brother, cousin, friend, fruits, sofa. Okay, fine. Okay, fine. You can see a lot of things is there. It's a family. It's about a family and the family members. Okay. So, listen here. In this picture, we can see a grandfather and a grandmother and aunt, uncle, father, mother, then brother, sister, cousin, friend, book, laptop, cup, table, ball, baby, then rug, engine, phone, teddy, a lot of things are there. Sofa, കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? ഇതൊക്കെ എന്താണ്? It's a home and it is a family and these are the family members. Okay, ഇതൊരു വീടാണ് അല്ലേ? വീട്ടിൽ എന്താണ്? കുറേ പേരുണ്ട്. ഇവരൊക്കെ എന്താണ്? ഫാമിലി മെമ്പേഴ്സ് ആണല്ലേ? ആ വീട്ടിലുള്ള ആൾക്കാരാണ്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് അല്ലേ? ചിലപ്പോ ബേബി ഉണ്ട്, ഫാദർ, മദർ, ഓണ്ട്, അങ്കിൾ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, then friends, cousins. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അല്ലെ? ഇറ്റ്സ് അബൌട്ട് അവർ ഫാമിലി ആൻഡ് അവർ ഹോം. നമ്മുടെ വീടിനെ കുറിച്ചാണ്. വീട്ടിൽ എന്തൊക്കെയുണ്ട്? കുറെ തിങ്സ് ഉണ്ട് അല്ലെ? ലൈക്ക് ദിസ് ലാപ്ടോപ്പ്, സോഫ, ടേബിൾ, ചെയർ ആൻഡ് ടോയ്സ്, ബുക്സ്, ക്രയോൺസ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഉണ്ടല്ലേ നമ്മുടെ വീട്ടില്. സോ അതിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഇത്രയും ബേബി ഉണ്ടാവും അല്ലെ? ബോൾ ഉണ്ടാവും, ടോയ്സ് ഉണ്ടാവും, ദെൻ കസിൻസ് വരും, ഫ്രണ്ട്സ് വരും അല്ലെ? നിങ്ങൾ എല്ലാവരും കൂടെ കളിക്കാറുണ്ട് അല്ലെ? ബ്രദറും സിസ്റ്ററും ഫ്രണ്ടും കസിനും ഒക്കെ കൂടി കളിക്കും. സോ
അതിനെ കുറിച്ചാണ് ഈ ഒരു പേജ് അല്ലേ. നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ ഫണ്ണാണ് നമ്മൾ ഫാമിലിയുമായിട്ട് ചെയ്യാറുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ടോ? വിച്ച് കൈൻഡ്സ് ഓഫ് ഗെയിം ഡു യു പ്ലേ വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ്? ഉണ്ടോ? ചെയ്യാറുണ്ടോ? കളിക്കാറുണ്ടോ റിഷാനെ? ഗ്രാൻഡ് പാരൻസിന്റെയും ഫാദറിന്റെയും മദറിന്റെയും ബേബിയുടെ ഒക്കെ കൂടെ കളിക്കാറുണ്ടോ റിഷാൻ? ഉണ്ടല്ലേ. എന്തൊക്കെ കളികളാണ് കളിക്കാറുള്ളത്? കള്ളനും പോലീസെല്ലാം കളിക്കാറുണ്ട്. കള്ളനും പോലീസും ഒക്കെ കളിക്കും അല്ലേ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ദെൻ മുഹമ്മദ് റിസ്വാനെ, റിസ്വാൻ കളിക്കാറുണ്ടോ വീട്ടില് പാരന്റ്സിന്റെയും ഗ്രാൻഡ് പാരന്റ്സിന്റെയും ഒക്കെ കൂടെ? എന്റെ മാപ്പാനെ ഒരു ചങ്ങായിണ്ട്, ആ വീട്ടിൽ ഞാൻ കളിക്കാൻ പോകുന്നുണ്ട്. ഉണ്ട് അല്ലേ? ആ, വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കളിക്കാൻ പോവാറുണ്ട്. എന്തൊക്കെയാ കളിക്കാറുള്ളത് റിസ്വാൻ? കള്ളനും പോയിട്ടും ഒളിച്ച കളിയും കണ്ടുപിടിക്കുന്ന കളിയും എല്ലാം. ആ, കള്ളനും പോലീസും കളിക്കും, ഒളിച്ചു കളിക്കാറുണ്ട് അല്ലേ? ഓക്കെ, ഗുഡ്. അഫിയ, അഫിയയുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഒക്കെ കളിക്കാറില്ലേ? എന്തൊക്കെയാ കളിക്കാറ്? ഒളിച്ചുകളി. ഒളിച്ചു കളിയാണ് അല്ലേ? ഓക്കെ, ഓക്കെ, ഗുഡ്. ദെൻ വേറെ ആരൊക്കെ ഉണ്ട്? ദൻദേവ് കളിക്കാറുണ്ടോ? ദൻദേവേ അമ്മമ്മയുടെ ഒപ്പം കളിക്കും. ആ, അമ്മമ്മയുടെ കൂടെ കളിക്കാറുണ്ടല്ലേ. എന്ത് കളിയാ കളിക്കാറ്? കട്ടയും കൊണ്ട്. ആ, കട്ടയും കൊണ്ടാണ് കളിക്കാറ്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. ദെൻ ഇപ്പൊ എല്ലാവരും ജാനകി കളിക്കാറുണ്ടോ ഗ്രാൻഡ് പാരന്റ്സിന്റെയും പാരന്റ്സിന്റെയും ഒക്കെ കൂടെ? യെസ്. എന്താണ് കളിക്കാറ്? പറഞ്ഞേ ജാനകി. ഒന്നും കളിക്കാറില്ലേ? ഓക്കെ, ലിസൺ. അപ്പൊ നമ്മൾ ഇതൊക്കെ എന്താ മോളെ ഫാത്തിമ? ലുഡോ കളിക്കാറുണ്ടോ? ആ, ലുഡോ, ക്യാരം ബോർഡ് ഇതൊക്കെ കളിക്കാറുണ്ടല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഉണ്ട് അല്ലേ? ഓക്കെ, ഗുഡ് ഗേൾ. അപ്പൊ നമ്മള് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ കൂടുമ്പോ നമ്മള് കുറെ കളിക്കും അല്ലേ? കുറെ കളിക്കാറുണ്ട്, അവരോട് കുറെ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. സോ അതൊക്കെയാണ് ഈ ഒരു പേജിൽ പറയുന്നത്. നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കും അല്ലേ? ഓക്കെ. അപ്പൊ ദെൻ നമ്മള് നെക്സ്റ്റ് പേജില് ഒരു ഫൺ ടൈം ആക്ടിവിറ്റി ഉണ്ട്. ജോയിൻ ദ ഡോഗ് ആൻഡ് കളർ ദ പിക്ചർ. ഡോട്ട്സ് ജോയിൻ ചെയ്തിട്ട് പിക്ചേഴ്സിന് കളർ കൊടുക്കാൻ നെക്സ്റ്റ് പേജിലുണ്ട് കേട്ടോ. നെക്സ്റ്റ് പേജിലുണ്ട്. ദെൻ അത് ഫ്രീ ആവുമ്പോൾ ചെയ്യുക കേട്ടോ. കളർ വെച്ചിട്ട് കളർ ചെയ്യുക. ഡോട്ട്സും ജോയിൻ ചെയ്യുക. അവിടെയുള്ള കുത്തുകളില്ലേ അത് ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് ഒരു റീഡ് ആൻഡ് എൻജോയ് പോയം ആണ് അല്ലേ? ദ മൾബറി ബുഷ്. മൾബറി ബുഷിന്റെ ഒരു സോങ് ആണ് അവിടെ ഉള്ളത്. വാട്ട് ഇസ് മൾബറി ബുഷ്? മൾബറി ചെടി അല്ലേ? കണ്ടിട്ടുണ്ടോ മൾബറി ചെടി? കണ്ടിട്ടുണ്ടോ? മൾബറി ബുഷിന്റെ ഒരു പാട്ടാണ്, ഒരു പോയമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് റീഡ് ആൻഡ് എൻജോയ് ആണ്. ദ മൾബറി ബുഷ്. എന്താണ് ഫാത്തിമ? എന്റെ വീട്ടിലുണ്ട്. ഉണ്ടല്ലേ? മൾബറി ബുഷ് ഉണ്ട് ഫാത്തിമയുടെ വീട്ടിലല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മൾബറി ചെടിയുടെ ചുറ്റും കുറെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ട് അല്ലേ? കുറെ ഫ്രണ്ട്സ്
മൾബറി ബുഷിന്റെ ചുറ്റും കളിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് അവിടുന്ന് ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യുന്നുണ്ട്, രണ്ട് ഫ്രണ്ട്സ്. സോ അതിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിൽ പറയുന്നത്. എന്താണ്? ദ മൾബറി ബുഷ്. ലിസൺ, here we go round the mulberry bush, the mulberry bush, the mulberry bush. Here we go round the mulberry bush so early in the morning. നിങ്ങൾ ചിലപ്പോ ഇത് യൂട്യൂബിലൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഈ സോങ് ഉണ്ടോ? Then this is the way we wash our clothes, wash our clothes, wash our clothes. This is the way we wash our clothes so early in the morning. കേട്ടിട്ടുണ്ടോ ഇത്? കേട്ടിട്ടുണ്ടോ നിങ്ങള്? പാട്ട് യൂട്യൂബിൽ വെച്ച ആരാ പറഞ്ഞ യൂട്യൂബിൽ വെക്കണമെന്ന്? ഇതാരാ ചോദിച്ചിപ്പോ മിസ്സിനോട്? ഒന്നോട്ട് ചോദിച്ചേ. ഫാത്തിമയാണോ ചോദിച്ചത്? ആണോ ഫാത്തിമ? യൂട്യൂബിൽ വെക്കണോ? യൂട്യൂബിൽ കാണണം നിർബന്ധാണോ ഫാത്തിമ? ആണോ? നിങ്ങൾ ഈ സോങ് ചിലപ്പോ യൂട്യൂബിലോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. മൾബറി ബുഷിന്റെ സോങ് നല്ല സോങ് ആണല്ലേ, കേൾക്കാൻ വേണ്ടി നല്ല രസാണത്. സോ നമ്മുടെ കുറച്ച് ടൈം കൂടെ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ആ സോങ് ഒന്ന് കേൾക്കാം അല്ലേ?